الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وسرها وعلانيتها. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة. أما بعد، فيقول شيخ الإسلام محمد بن عبد الوهاب رحمه الله في كتابه التوحيد باب ما جاء في النشرة: وروي عن الحسن أنه قال: لا يحل السحر إلا ساحر. حسن البصري رحمه الله. حسن البصري അദ്ദേഹം വളരെ അറിയപ്പെട്ട താബിഈയാണ്. അൽ ഹസൻ അൽ ബസ്രി, അൽ ഹസൻ ഇബ്ൻ അബിൽ ഹസൻ അൽ ബസ്രി. ഹസൻ ബസ്രി പറഞ്ഞതായി ഇങ്ങനെ റിവായത്ത് വന്നിരിക്കുന്നു: ലാ യഹില്ലു സിഹ്റ ഇല്ല സാഹിർ. സാഹിർ അല്ലാതെ സിഹർ ഹല്ല് ചെയ്യുകയില്ല. സിഹർ അഴിക്കാൻ ആരാണ്? സാഹിർ തന്നെ. അപ്പൊ നുഷ്റ എന്ന പ്രവൃത്തിയെ ദമ്മു ചെയ്യുന്ന ഒരു വാക്കാണിത്, അതിനെ ആക്ഷേപിക്കുന്ന ഒരു വാക്കാണ്. സിഹർ അഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ആര് തന്നെ ആയിരിക്കും? സാഹിറുകൾ തന്നെ ആയിരിക്കും. അവർ ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ടുള്ള റുഖ്യ അല്ല ചെയ്യുന്നതെങ്കിൽ പിന്നെ ഒരു സാഹിറുകളാണ്. ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ള, ഖുർആനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള, ഖുർആൻ കൊണ്ട് റുഖ്യ ചെയ്യുക. ഖുർആനിൽ സ്ഥിരപ്പെടുക എന്നുള്ള, ഖുർആൻ മുഴുവൻ സ്ഥിരപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ദുആ കൊണ്ട് ചികിത്സിക്കുക, അത് മശ്റൂആയ ശരിയായ രീതിയാണ്. അത് പല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റസൂലും സഹാബത്തും ചെയ്ത എല്ലാ രീതിയും നമുക്ക് മാതൃകയാക്കാവുന്ന രീതികളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സയുടെ ഭാഗമായി രോഗം ബാധിച്ചാലുള്ള ചികിത്സയാകട്ടെ, അതല്ല ശൈത്താന്റെ ഷർറുണ്ടായാലുള്ള ചികിത്സയാകട്ടെ, സിഹറോ കണ്ണേറോ ബാധിച്ചാലുള്ള ചികിത്സയാകട്ടെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്ത് നമ്മെ പഠിപ്പിച്ച ഏതൊരു മാർഗവും അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് പ്രത്യേകം സംസാരിക്കേണ്ട വിഷയമാണ്. പ്രത്യേകം സംസാരിക്കേണ്ട എന്തൊക്കെയാണ് ചികിത്സകൾ, എന്തൊക്കെയാണ് അതിനുവേണ്ടി ചൊല്ലാവുന്ന ദിക്റുകൾ പ്രത്യേകം സംസാരിക്കേണ്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്തത് ചെയ്യൽ ആണ് ഏറ്റവും ഖൈർ. അതല്ലാത്ത പുതിയ പുതിയ മാർഗങ്ങൾ ആളുകളുടെ അനുഭവങ്ങൾക്കനുസരിച്ച് ചെയ്യുക എന്നുള്ളത് അത് സലീമായ ഒരു മാർഗമല്ല, സുരക്ഷിതമായ ഒരു മാർഗമല്ല. കാരണം ആ ബാബിൽ ഒരുപാട് ഷർറ് കടന്നു വരാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് ചിലത് ചെയ്താൽ കയറിക്കൂടിയ ശൈത്താൻ അത് പുറത്തേക്ക് പോകും എന്ന് ചിലർക്ക് തോന്നിയേക്കും. ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല, പോയി തോന്നുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇനി പോയി എന്ന് വെക്കുക. അത് അങ്ങനെ ആളുകൾക്ക് വാതിൽ തുറന്നു കൊടുത്താൽ ഓരോരുത്തർക്ക് തോന്നുന്നത് പോലെ നിങ്ങൾ ഈ ചികിത്സ ചെയ്തോളൂ. ഏത് ചികിത്സ? ഖുർആനും ഹദീസും അനുസരിച്ചിട്ടുള്ള റുഖ്യ. അതിന് റസൂലും സഹാബത്തും പഠിപ്പിക്കാത്ത മാർഗങ്ങൾ, പുറമേക്ക് തെറ്റാണെന്ന് തോന്നാത്ത മാർഗങ്ങൾ, അത് ചെയ്യാൻ ജനങ്ങൾക്ക് ബാബ് തുറന്നു കൊടുത്താൽ അതിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. ആ ബാബ് അടച്ചു കളയലാണ് ഏറ്റവും ഖൈർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ചെയ്തത് എന്താണോ അതുപോലെ ചെയ്യും, അതിലപ്പുറത്ത് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും ഖൈറായ മാർഗം. കാരണം ഷിഫ അള്ളാഹു തരേണ്ടതാണ്, അള്ളാഹു സുബ്ഹാനഹു തആല തരേണ്ടതാണ് ഷിഫ. അപ്പോൾ സിഹർ അഴിക്കുക എന്ന പ്രവൃത്തി സാഹിർ അല്ലാതെ ചെയ്യുകയില്ല എന്ന് ഹസൻ ബസ്രി പറഞ്ഞു. അഥവാ ഖുർആനും ഹദീസും, ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള റുഖ്യ അല്ലാത്ത അഴിക്കലാണ് ഇവിടെ ഉദ്ദേശം. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു: അന്നുഷ്റ, നുഷ്റ എന്നാൽ
കാരണം നുഷറയെ കുറിച്ച് പറയാനുള്ള കാരണം നുഷറയെ കുറിച്ച് രണ്ട് രീതിയിലും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആക്ഷേപിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഹദീസ് വന്നിട്ടുണ്ട്. എന്നാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സലഫുകളിൽ നിന്ന് റിവായത്തുകൾ വന്നിട്ടുണ്ട്. നുഷറ ഹല്ലു സിഹ്രി അനിൽ മസ്ഹൂർ. ഇബ്നു ഖയ്യിം പറയുന്നു നുഷറ എന്നാൽ ഹല്ലു സിഹ്രി, സിഹർ അഴിക്കലാണ്. അനിൽ മസ്ഹൂർ, മസ്ഹൂർ യാനി സിഹർ ബാധിക്കപ്പെട്ട ആളിൽ നിന്ന്. വഹിയ നൗആൻ, അത് രണ്ട് തരത്തിലാണുള്ളത്. അഹദുഹുമ, അതിലൊന്ന് ഹല്ലും ബിസിഹ്രിൻ മിസ്ലിഹി, അതുപോലത്തെ സിഹർ കൊണ്ട് തന്നെ അഴിക്കുക. സിഹർ കെട്ടലാണ്, ഇത് അഴിക്കലാണ്. കെട്ടിയതിനെ സിഹർ കൊണ്ട് തന്നെ അഴിക്കുക. ഹിയല്ലതി മിൻ അമലി ശൈത്താൻ, അതാണ് ശൈത്താനിന്റെ പ്രവർത്തനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താന്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. വഅലൈഹി യുഹ്മൽ, അങ്ങനെ ചെയ്യുന്നവന്റെ മേലാണ് ബാധിക്കുമെന്ന് പറയേണ്ടത്. ഏത്? ഖൗലുൽ ഹസൻ, ഹസൻ ബസരിയുടെ വാക്ക് അവനെയാണ് ബാധിക്കുക, അവനെ കുറിച്ചാണ്. എന്ത്? ലാ യഹില്ലു സിഹ്റ ഇല്ല സാഹിർ, ഇല്ല സാഹിർ, സിഹർ സാഹിർ അല്ലാതെ അഴിക്കുകയില്ല എന്ന വാക്ക് അതിലേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കണം. അഥവാ തെറ്റായ മാർഗങ്ങളിലൂടെ സിഹർ അഴിക്കുക എന്നത്, സിഹർ കൊണ്ട് തന്നെ സിഹർ അഴിക്കുക എന്നത് അത് ശൈത്താന്റെ പ്രവർത്തനമാണ്. ഫയതഖറബു, അങ്ങനെ അടുക്കുന്നു, ഈ പ്രവൃത്തിയിലൂടെ അടുക്കുന്നു. അന്നാശിറു വൽ മുൻതശിറു മിനശ് ശൈത്താൻ, ഈ നുഷറ ചെയ്തവനും ആർക്കു വേണ്ടിയാണോ ചെയ്തത് അവനും ഒക്കെ അടുക്കുന്നു. മിനശ് ശൈത്താൻ, ആരിലേക്ക്? ശൈത്താനിലേക്ക് അടുക്കുന്നു. സിഹർ അഴിക്കാനും ചെയ്തതാണെന്നാണ് വെപ്പ്. യഥാർത്ഥത്തിൽ ചെയ്ത പണി നേരത്തെ ചെയ്ത സാഹിറിന്റെ പണി പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചികിത്സയെ കുറിച്ച് തന്നെ പറഞ്ഞത് എന്താണ്? തദാവു വലാ തദാവു ബിൽ ഹറാം, നിങ്ങൾ ചികിത്സിക്കൂ, പക്ഷെ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. ഇത് സാധാരണ മരുന്ന് ഉപയോഗിക്കുന്ന വിഷയത്തിൽ പോലും ഇങ്ങനെയാണ്. പിന്നെ എങ്ങനെ കുഫറിലേക്ക് എത്തുന്ന സിഹർ കൊണ്ട് സിഹർ അഴിക്കൽ അനുവദനീയമാകും? ഒരിക്കലും പാടില്ല. ഫയുബ്തിലു അമലഹു അനിൽ മസ്ഹൂർ, അങ്ങനെ ഫയുബ്തിലു അമലഹു, അവന്റെ അമൽ ബാത്തിലാക്കുന്നു. അഥവാ നേരത്തെ ചെയ്ത സാഹിറിന്റെ അമൽ രണ്ടാമത്തെ സാഹിർ ബാത്തിലാക്കുന്നു, പൊളിച്ചു കളയുന്നു. അനിൽ മസ്ഹൂർ, മസ്ഹൂറിൽ നിന്ന്. മസ്ഹൂർ എന്ന് പറഞ്ഞാൽ സിഹർ ബാധിച്ചവന്റെ ആ മേലിൽ നിന്ന്. വസാനി, രണ്ടാമത്തെ നുഷറ, ഇതാണ് അനുവദനീയമായ നുഷറ. അതെന്താണ്? ബിർറുഖിയ, റുഖിയ കൊണ്ടുള്ള നുഷറയാണ്. വത്തഊദാത്ത്, റുഖിയ എന്ന് പറഞ്ഞ മന്ത്രം. വത്തഊദാത്ത്, തഊദാത്ത് കൊണ്ട്, അള്ളാഹുവിനോട് രക്ഷ തേടുക കൊണ്ട്. അതിലേറ്റവും ഖൈർ അവന്റെ കിതാബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ഇസ്തിആദ തേടാൻ വേണ്ടി അവന്റെ കിതാബിൽ സൂറത്തുകൾ അവതരിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതും ഓതാവുന്നതാണ്. തഊദാത്ത്, രക്ഷ തേടുക. വദ്ദഅവാത്ത്, ദുആ, ദുആ കൊണ്ട്. വൽ അദ്വിയ, അദ്വിയ എന്താണ്? ദവാ, ദവാന്റെ ജമാഅത്ത് ദുആ, മരുന്നുകൾ കൊണ്ട്. മരുന്ന്, പിന്നെ ഫലം കണ്ടിട്ടുള്ള ജനങ്ങളുടെ തിബ്ബിന്റെ ഇൽമിൽ അഥവാ ചികിത്സാ രംഗത്ത് കാരണം വ്യക്തമാക്കപ്പെട്ട ചികിത്സാ രംഗത്ത് കാരണം എന്താണ്, എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്ന് കാരണം വ്യക്തമാക്കുന്നു. ഇത് എന്തല്ല, അതിന്റെ പിന്നിൽ ഒരു മാജിക് അവർ അവകാശപ്പെടുന്നില്ല, പക്ഷെ ഇന്നതാണ് ഇതിലൂടെ നടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയുള്ള ചികിത്സകൾ, അങ്ങനെയുള്ള മരുന്നുകൾ ഏതും ഹലാലാണ്, ഏതും അനുവദനീയമാണ്. മനുഷ്യർ തജ്രിബയിലൂടെ അവരവരുടെ അനുഭവങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള മരുന്നുകൾ. ഉദാഹരണത്തിന് ആധുനിക കാലത്തെ ചികിത്സ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, അത് അഫ്സലൻ അടിസ്ഥാനപരമായി അനുവദനീയമാണ്. ആ ചികിത്സ സ്വീകരിക്കുക എന്നത്. ആരെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് കഴിക്കാൻ പാടില്ല. ദീനിൽ ശറഈയായി അത് കഴിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വ്യക്തമായി തെളിയിക്കപ്പെടേണ്ടതാണ്. ഈ ഏതെങ്കിലും ഒരു മരുന്ന് അത് ദീനിൽ ശറഈൽ ഹറാമാണ്, അറിയപ്പെട്ടൊരു മരുന്ന്, അലോപ്പതി മരുന്ന് ആയിക്കോട്ടെ, അതിലേതെങ്കിലും ഒരു മരുന്ന്
അത് കഴിക്കാൻ പാടില്ല, ദീനിൽ ഹറാമാണ് എന്ന് ചാടിക്കറി അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ ഒരു കാര്യം തഹ്ലീൽ നടത്തുക അല്ലെങ്കിൽ തഹരീം നടത്താറുള്ള ഗൗരവമുള്ള വിഷയമാണ്. തോന്നിയതുപോലെ പറയാൻ പാടില്ല. ഇന്നതൊക്കെ കേൾക്കുന്നുണ്ട് അത് കഴിക്കണ്ട എന്ന് പറയൽ വേറെ, ഹറാമാണെന്ന് പറയൽ വേറെ. ഹറാമാണെന്ന് പറയൽ വേറെ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ദീനിൽ ഒരു കാര്യം ശരീരത്തിന് ദുർറുണ്ടാക്കുന്നു എന്നതുകൊണ്ട് ഹറാമാണ് എന്ന് പറയണമെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് അത് ദുർറുണ്ടാക്കി എന്നുള്ളത് കൊണ്ട് ഹറാമാണെന്ന് പറയാൻ പറ്റുകയില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദീനുമായി അതിനെ ബന്ധിപ്പിച്ച് ഹുക്മ് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതാണ്. ദീനിനെ കുറിച്ചുള്ള നമ്മുടെ വാക്കുകൾ വളരെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ മരുന്നുകളെ കുറിച്ച് അങ്ങനെയാണ്, ആരെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് പറയാം, ചോദിക്കുക. അതിൽ ഖിബറത്തുള്ള, അതിൽ നല്ല ഇൽമുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ, എന്നാൽ ദുനിയാവിലെ ഈ വിജ്ഞാനത്തിൽ പിന്നെ വൈദ്യശാസ്ത്രം, തിബ്, മെഡിസിനൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള വിശ്വസിക്കാൻ പറ്റിയ ആളുകളോട് ചോദിച്ചു നോക്കുക. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ എന്ന് ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഓതാറുണ്ടല്ലോ. അറിവുള്ളവരോട് ചോദിക്കുക എന്നതുപോലെ ദുനിയാവിൽ ഉള്ള വിഷയങ്ങൾ അതിലെ ഖിബറത്തുള്ള, അതിൽ നല്ല വിജ്ഞാനമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. വിശ്വാസയോഗ്യരായ ആളുകളോട്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അൽ മുബാഹ വൽ അദ്വിയത്തിൽ മുബാഹ, അദ്വിയ എന്നതിൻ്റെ കൂടെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞ മുബാഹ അനുവദനീയമായ മരുന്ന്. ഹറാമ് കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല, ഹറാമായ കാര്യം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. കാരണം ഹറാമിൽ അള്ളാഹു ശിഫ വെച്ചിട്ടില്ല, ഹറാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫ വെച്ചിട്ടില്ല. അതുകൊണ്ട് ഹറാം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. ഫഹാദ ജായിസ്, ഈ നുശ്റ അനുവദനീയമാണ്. എങ്ങനെ? റുഖിയ കൊണ്ട്, അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട്, ദുആ കൊണ്ട്, അനുവദനീയ മരുന്നുകൾ കൊണ്ട് ചെയ്യുന്ന നുശ്റ അത് അനുവദനീയമാണ്. ഫീഹി മസാഇൽ, ഇതിൽ പറയപ്പെട്ട വിഷയങ്ങൾ. ഊല അന്നഹ്യു അനിൻ നുശ്റ, ഒന്ന് നുശ്റ വിലക്കിയത്. അസാനി രണ്ട്, അൽ ഫർഖു ബൈനൽ മൻഹി അൻ വൽ മുറഖ്ഖസു ഫീഹി, വിലക്കപ്പെട്ട നുശ്റയും ഇളവ് നൽകപ്പെട്ട നുശ്റയും തമ്മിലുള്ള വ്യത്യാസം. നടത്തിക്കോളൂ എന്ന് പറഞ്ഞ നുശ്റ എന്താണ്? വിലക്കിയ നുശ്റ എന്താണ്? മിമ്മ യുസീലുൽ ഇഷ്കാൽ, അതിലൂടെ എന്ത് ഇഷ്കാൽ നീങ്ങും, സംശയം നീങ്ങും. ഇബ്നുൽ ഖയ്യിമിന്റെ ഈ വാക്കിലൂടെ നമുക്ക് സംശയം നീങ്ങുന്ന ഒരു വാക്കാണ് പറയുന്നത്. എന്താണ്? ഒരു നുശ്റ വിലക്കുന്നു, നുശ്റ അനുവദിക്കുന്നു. ഏതാണ് വിലക്കപ്പെട്ട നുശ്റ? അത് സെഹറിനെ സെഹർ കൊണ്ട് അഴിക്കലാണ്. എന്താണ് അനുവദിക്കപ്പെട്ട നുശ്റ? അത് റുഖിയ കൊണ്ട്, അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട്, ദുആ ചെയ്തുകൊണ്ട്, ഹലാലായ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന നുശ്റ, അതാണ് അനുവദിക്കപ്പെട്ടുള്ള നുശ്റ. അടുത്ത ബാബു മാ ജാഅ ഫി തതയ്യുർ വഖൗലില്ലാഹി തആല അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അടുത്ത ബാബു മാ ജാഅ ഫി തതയ്യുർ, തതയ്യുറിനെ കുറിച്ച് എന്താണ് വന്നിട്ടുള്ളത് എന്ന ബാബ്. തതയ്യുർ എന്നാൽ തയ്യർ എന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, പക്ഷി. അതിൽ നിന്നാണ് ഈ വാക്ക് വന്നിട്ടുള്ളത്. തതയ്യുർ, ശകുനം നോക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷിയെ കൊണ്ട് നോക്കിയാൽ മാത്രമേ അത് ഹറാമായ ശകുനമാകൂ അല്ല, മറിച്ച് അത് തുടക്കം ജാഹിലിയത്തിൽ അതിൻ്റെ തുടക്കം പക്ഷിയെ നോക്കിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അതിന് പേര് വന്നത്. ഏത് നോക്കിയാലും അത് പാടില്ലാത്തതാണ്, തൗഹീദിനെ ബാധിക്കുന്ന കാര്യമാണ്, ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ഒരാൾ നടന്നു പോകുമ്പോൾ പൂച്ച കുറുകച്ചാടി, അയാൾക്ക് ആ യാത്രയിൽ പന്തികേട് തോന്നുന്നുണ്ടോ? തൗഹീദിന് വിരുദ്ധമായ വിശ്വാസമാണ്. ഇല്ല, അങ്ങനെ യാതൊരു ശകുനവും ഇല്ല. ഒരുപാട് ശകുനം പല ആളുകൾ ജാഹിലിയത്തിലുണ്ട്. അതിങ്ങനെ സുഫഹ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ കൈമാറി വന്നിട്ടുണ്ട്. മുശ്രിക്കുകളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് കിട്ടിയതുണ്ട്, പലതുമുണ്ട്. ഇതൊന്നും തന്നെ ഇല്ല, ഒരു ദുശകുനവുമില്ല, ഒരു ദുശകുനവും ഇല്ല. നമ്മുടെ ഖൈറും ഷർറും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുള്ളതാണ്. ഒരൊറ്റ ദുശകുനവുമില്ല. നല്ല അടയാളങ്ങളുണ്ട്, നല്ല അടയാളങ്ങളുണ്ട്. തഫാഉൽ എന്നാണ് അതിന് പറയാം. തഫാഉൽ അതുള്ളതാണ്, തശാഉം അതില്ലാത്തതാണ്. തഫാഉൽ എന്താണ്? എന്തെങ്കിലും നല്ലൊരു വാക്ക് കേൾക്കുക, നല്ല സന്തോഷം നൽകുന്ന ഒരു വാർത്ത കേൾക്കുക, നല്ല ഒരാളെ കാണുക, അതൊക്കെ നല്ലതാണ്. ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരാൾ വന്നിട്ട് അതിനെക്കുറിച്ചൊരു ഖൈറായ ഒരു കാര്യം ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞേക്കും. എന്ത്? നമ്മൾ ചോദിക്കാതെ. അതൊക്കെ തഫാഉലാണെന്ന് പറയാം. നല്ല ചില ലക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
കാണിച്ചു തരുന്നതാണെന്ന് പറയാം. എന്നാൽ തശാഉം അതില്ല, തശാഉമില്ല. ഒരു ശകുനം, കണി കാണുക, കൈനീട്ടം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കൈനീട്ടം എന്തു പറയാം, രാവിലെ തന്നെ ആദ്യം കിട്ടുന്നത് എന്താ? കൈനീട്ടം. കേട്ടതൊന്ന് രണ്ടാമത് കാല് നീട്ടിട്ട് കൊടുക്കുകയാണ്, രണ്ടാമത്തത് കൈ നീട്ടിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. വഖൗലില്ലാഹി തആല, അല്ലാഹു പറഞ്ഞു, അലാ ഇന്നമാ തായിറുഹും ഇൻദല്ലാഹ്, അലാ ഇന്നമാ തായിറുഹും ഇൻദല്ലാഹ്, അവരുടെ തായിർ, അവരുടെ ശകുനം ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ കയ്യിലാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, എന്നാൽ അവർ അധിക പേരും മനസ്സിലാക്കുന്നില്ല. അവരുടെ ശകുനം അള്ളാഹുവിങ്കലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു പൂച്ച കുറുകെ ചാടിയത് കൊണ്ട് അള്ളാഹിന്റെ ഹുക്കുമ മാറുകയില്ല. ഈ രണ്ട് പക്ഷിയെ ഒരുമിച്ച് കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ മൂന്നെണ്ണത്തിന് കണ്ടതുകൊണ്ട് ഒന്നും മാറുകയില്ല. അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കുകയുള്ളൂ. ഇത് മുശ്രിക്കുകളുടെ നബിമാരുടെ ശത്രുക്കളായിരുന്ന മുശ്രിക്കുകളുടെ വിശ്വാസമായിട്ടാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അവർ നബിമാരെ പറഞ്ഞു ശകുനം, ദുശകുനം. മൂസാ നബിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ അമ്പിയായിനോട് മുശ്രിക്കുകൾ പറഞ്ഞു, നിങ്ങൾ ദുശകുനമാണ് ഞങ്ങൾക്ക്, നിങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞു. അള്ളാഹു അവർക്ക് മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുശ്രിക്കുകളുടെ പാരമ്പര്യമാണിത്, മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമല്ല. മുസ്ലിമുകളുടെ പാരമ്പര്യമല്ല ഒരിക്കലും. അവർ ശകുനം കണ്ടിട്ടില്ല, അവർ ശകുനം ആയി മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്നതിന് എന്ത് ശകുനമാണുള്ളത്? ഒരിക്കലുമില്ല. എന്തെങ്കിലും കേട്ടാ പറയും, ആരെയാണ് ഇന്ന് കണിയേണ്ടത്? ഈ മുശ്രിക്കുകളുടെ ഈ സംസാരം മുസ്ലിമീങ്ങളിൽ പലരും പറയാറുണ്ട്. കാലത്ത് ചീത്ത പറയാ, കഷ്ടകാലം മുസ്ലിമീങ്ങൾ പറയാറുണ്ട്. കാലത്ത് ചീത്ത പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖദറാണ്, നീ പറയുക ഖദറുല്ലാഹ്, അള്ളാഹുവിന്റെ ഖദർ, വമാ ശാഅ ഫഅൽ, അവൻ ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും എന്ന് നീ പറയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖദറല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് കാരണം നമ്മുടെ ദുനൂബ്, നമ്മുടെ തെറ്റുകളാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അള്ളാഹു നിനക്ക് ഫർജ് തരും, അള്ളാഹു പോംവഴി കാണിച്ചു തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അല അല്ലാഹി ഫഹുവ ഹസ്ബുഹ് ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. ആര് അള്ളാഹു സൂക്ഷിച്ചുവോ അള്ളാഹു അവനൊരു മഖ്റജ് കാണിച്ചു കൊടുക്കുന്നതാണ്, പോംവഴി കാണിച്ചു കൊടുക്കും, എവിടെയും കുടുങ്ങിപ്പോവുകയില്ല. വയർസുഖുഹു, അള്ളാഹു അവന് റിസ്ക് കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ. നീ വിചാരിക്കുന്ന ഒരു വാതിൽ അടഞ്ഞു പോയി, അള്ളാഹു 100 വാതിലുകൾ നിനക്ക് തുറന്നു തരും ഇൻഷാ അല്ലാഹ്. വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അല അല്ലാഹ്, ആര് അള്ളാഹുൽ തവക്കുലാക്കിയോ ഫഹുവ ഹസ്ബുഹ്, അവൻ അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അള്ളാഹു അവന്റെ കാര്യം ചെയ്യുന്നവനാണ്. ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, അള്ളാഹു എല്ലാത്തിനും ഓരോ ഖദർ വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖദർ വെച്ചിട്ടുണ്ട്. അള്ളാഹു നിന്നെ ജനിപ്പിച്ച ഉടനെ മരിപ്പിച്ചോ? ഇല്ല. ഈ അള്ളാഹു നിന്നെ ജനിപ്പിച്ചു, വളർത്തി കൊണ്ടുവന്നു, അവൻ ഉദ്ദേശിച്ച കാലത്തോളം നീ ജീവിക്കും. അള്ളാഹു എങ്ങനെയാണ് ആകാശഭൂമികളെ, അള്ളാഹു അവനെ ധിക്കരിക്കുന്ന ആളുകളെ ഉടനെ നശിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചവരെ ഉദ്ദേശിച്ച സമയത്ത് അവൻ നശിപ്പിക്കും. എല്ലാത്തിനും അള്ളാഹു ഖദർ വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കയ്യിൽ എല്ലാത്തിന്റെയും ഖജാനയുണ്ട്. പക്ഷേ അവൻ ഉദ്ദേശിച്ചതുപോലെയല്ലാതെ, അതിന്റെ ഖദർ അനുസരിച്ചിട്ടല്ലാതെ അവൻ താഴേക്ക് ഇറക്കുകയില്ല. അവനവന്റെ ഖദർ അനുസരിച്ചിട്ടല്ലാതെ താഴേക്ക് ഇറക്കുകയില്ല. വലില്ലാഹിൽ ഹിക്മ, അവനവന്റെ ഹിക്മത്തുകളുണ്ട്, അവൻ അങ്ങേയറ്റം ഹലീമാകുന്നു. അവൻ ഹിൽമുള്ളവനാണ്, സഹനമുള്ളവനാണ്. അവനെപ്പോലെ സബറുള്ളവൻ ഒരുവനുമില്ല. അള്ളാഹു ഓരോത്തിനും ഓരോ ഖദർ വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഖദർ വെച്ചിട്ടുണ്ട്. വഖൗലിഹി, അതുപോലെ അള്ളാഹു പറഞ്ഞു, ഖാലൂ തായിറുക്കും മഅക്കും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ. ഏത് സൂറത്തിലാണ്? സൂറത്ത് യാസീനിലാണ്. സൂറത്ത് യാസീൻ മരിച്ചെടുത്ത് ഓതുന്ന ആളുകളാണ് ഈ ശകുനം നോക്കാൻ ചെല്ലുന്നത്. മരിച്ചെടുത്ത് സൂറത്ത് യാസീൻ ഓതുക എന്നത്, അല്ലെങ്കിൽ ഖുർആനിലൂടെ ഏതെങ്കിലും ഓതുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പഠിപ്പിക്കാത്തതാണ്. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന സൂറത്തു അൻ-നജ്മിൽ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വമിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ നിന്നാണ് ഇസ്തംബത ഷാഫിഈ, ഇമാം ഷാഫിഈ തെളിവ് പിടിച്ചത്, ഇമാം ഷാഫിഈയുടെ മദ്ഹബിലുള്ളവരും തെളിവ് പിടിച്ചത്. എന്താണ്? ലിഅന്ന ഇഹ്ദാഅ സവാബിൽ ഖുർആൻ ഓതിയിട്ട് അതിന്റെ സവാബ് ഹദിയ കൊടുക്കുക എന്നത് അത് പാടില്ല എന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ അത് ചെയ്തിട്ടില്ല, അതിന് പ്രേരിപ്പിച്ചിട്ടില്ല.
ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. അത് സ്വർണം കൊണ്ട് എഴുതി വെക്കേണ്ട ഒരു വാക്കാണ്. ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. അത് ഖൈറായിരുന്നുവെങ്കിൽ നമ്മക്കാൾ മുന്നേ അവരത് ചെയ്തേനെ. എല്ലാത്തിലും ഏത് ബിദ്അത്തിനെയും പൊളിച്ചു കളയുന്ന വാക്കാണ്. അത് ഖൈറായിരുന്നുവെങ്കിൽ നമ്മക്കാൾ മുന്നേ അവരത് ചെയ്തേനെ. ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. ഖുർആൻ അവരോധി മരിച്ചവർക്ക് ഹദിയ ചെയ്തിട്ടില്ല. ഇലാ ഹദർത്തി ഇലാ ഹദർത്തി തുമ്മ ഇലാ ഹദർത്തി തുമ്മ ഇലാ ഹദർത്തി എന്ന് പറഞ്ഞ് ഇന്ന ആളുകൾക്ക് ഖുർആൻ ഇവൻ ഓതിയതിൻ്റെ കൂലി അയച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തും നബിയോ സഹാബത്തും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ മൗത അവർക്കരികിൽ നിങ്ങൾ യാസീൻ ഓതുക എന്നൊരു ഹദീസുണ്ട്. അത് ദഈഫാണ്. അവിടെ മൗത എന്ന് പറഞ്ഞ അർത്ഥം തന്നെ എന്താണ്? മരിക്കാൻ കിടക്കുന്നവർക്കാണ്, മരിച്ചവർന്നല്ല. മൗത കാരണം മൗത എന്ന വാക്ക് അല്ലെങ്കിൽ മൈതത്തുൻ എന്ന വാക്ക് മരിക്കാൻ പോകുന്നവർക്കും പ്രയോഗിക്കും, മരിച്ചവർക്കും പ്രയോഗിക്കും. മൗത എന്ന വാക്ക് മയ്യിത്ത് എന്ന വാക്ക് അതതുപോലെ തന്നെയാണ്. മയ്യിത്ത് എന്ന വാക്ക് മരിച്ചവർക്ക് മാത്രമല്ല, പിന്നെ ജീവിച്ചിരിക്കുന്നവർക്കും ഉപയോഗിക്കും. കാരണം അവർ മരിക്കുന്നവരാണ്, എല്ലാവരും മരിക്കും, ജീവിക്കുന്നത് എല്ലാവരും. അതുകൊണ്ടാണ് ഖുർആൻ അല്ലാഹു പറഞ്ഞത് ഇന്നക മയ്യിതുൻ ഫഇന്നഹും മയ്യിതൂൻ. നീ മയ്യിത്താണ്, അവരും മയ്യിത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ പറയുന്നത് ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ. അവിടെ അർത്ഥം എന്താ? മരിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ മയ്യിത്ത് എന്നത് ഇങ്ങനെ ഈ രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കാം. മൗത എന്ന വാക്കും അങ്ങനെ തന്നെ. എന്നാൽ അൽ മൈതതു എന്ന വാക്ക് മരിച്ചു കഴിഞ്ഞതിന് മാത്രമേ ഉപയോഗിക്കൂ എന്നാണ്. ഹുർരിമത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ. നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു അൽ മൈത. അതെന്താ? ചത്തത്, മരിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ രക്തം, വലഹ്മുൽ ഖിൻസീർ പന്നിമാംസം, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത്. ഇതെല്ലാം ഖാലു അവർ പറഞ്ഞു. ഇതാരാണ്? 3 നബിമാരാണ് അല്ലേ? നാം അവരിലേക്ക് 2 നബിമാരെ അയച്ചു. ഫഅസ്സസ്നാ ബിസാലിസിൻ. മൂന്നാമത്തെ ഒരാളെ കൊണ്ട് നാം അവരെ ശക്തിപ്പെടുത്തി. അവർ നാട്ടുകാരോട് പറയാം ഖാലു തായിറുക്കും മഅക്കും. നിങ്ങളുടെ ശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ്. അയിൻ ദുഃഖിർതും, നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. അല്ല, നിങ്ങൾ അതിരുവിട്ടൊരു ഖൗമാണ്. നോക്ക്, തൊട്ടുമുമ്പുള്ള ആയത്തിൽ എന്താ ഉള്ളത്? അല ഇന്നമാ തായിറുഹും ഇൻദല്ലാഹ്. ഈ ആയത്തിൽ എന്താ ഉള്ളത്? ഇന്നമാ തായിറുക്കും മഅക്കും. ഇതാണ് കാര്യം. ശകുനം എന്ന് പറയുന്നത് മറ്റൊരു സംഗതിയിലുമല്ല ഉള്ളത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതുപോലെ. പിന്നെ നിന്നെ ബാധിക്കുന്ന ഖൈറു ശർറൊക്കെ എന്തിനനുസരിച്ചിട്ടായിരിക്കും? നിന്റെ അമലനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതാണ് 2 ആയത്തിൽ പറഞ്ഞു. നോക്ക്, നിങ്ങളുടെ തായർ ഒരായത്തിൽ പറഞ്ഞു തായർ ആരുടെ കയ്യിലാണ്? അള്ളാഹിന്റെ കയ്യിലാണ്. 2ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങളുടെ തായർ ആരുടെ കയ്യിലാണ്? നിങ്ങളുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിലുള്ളത് അള്ളാഹു മുമ്പേ തീരുമാനിച്ചിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖദർ അനുസരിച്ചിട്ടല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല, ഒരു ശകുനവുമില്ല. അള്ളാഹുവാണ് ഖൈറും ഷർറും അവനിൽ നിന്നാണ്. അതുപോലെ നമ്മെ ബാധിക്കുന്ന ഖൈറിനും ഷർറിനും എന്ത് കാരണമാണ്? നമ്മുടെ അമലുകൾ കാരണമാണ്. അപ്പോൾ നമ്മളെ ശകുനം യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ അമലാണ്. അതാണ് ഈ 2 യാഥാർത്ഥ്യങ്ങളാണ് ഈ 2 ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا عدوى ولا طيرة ولا هامة ولا صفر أخرجاه زاد مسلم ولا نوء ولا غول. ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു. ഖാൽ, അവിടുന്ന് പറഞ്ഞു ലാ അദ്വാ, അദ്വ ഇല്ല, തീറത്തില്ല, ഹാമത്തില്ല, സഫറില്ല. എന്താണ് അദ്വ? അദ്വ എന്നാൽ പകർച്ചവ്യാധി. പകർച്ചവ്യാധി എന്നാണ് എൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് പകർച്ചവ്യാധി ഇല്ല. എന്താ പകർച്ചവ്യാധി ഇല്ല എന്ന് പറഞ്ഞാൽ രോഗം പകരുകയില്ല എന്നല്ല. രോഗം പകരുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നാൽ രോഗം ഒരിക്കലും സ്വയം പകരുകയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ അനുസരിച്ചിട്ടല്ല. അതുകൊണ്ട്
രോഗം പകരുക എന്നത് അള്ളാഹുവിന്റെ ഖദർ വിട്ടിട്ടുള്ള ഒരു പേടി, നമ്മൾ അതിനെ പേടിക്കാൻ പാടില്ല. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല അഹ്കാമുകൾ. ഈ ഹദീസ് ഒരു ചില ഹദീസുകൾ ഒരുമിച്ച് വായിച്ചാൽ ചില ഇഷ്കാൽ ചില ആളുകൾക്ക് ഉണ്ടാവും. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് രോഗം പകരുകയില്ല. ജനങ്ങൾക്കിടയിൽ മഅറൂഫായിട്ടുള്ള മഷ്ഹൂറായിട്ടുള്ള കാര്യമാണെന്ത്, രോഗം പകരും, ചില സന്ദർഭത്തിൽ പകരും എന്നത് വളരെ മഷ്ഹൂറായിട്ടുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഒരു രോഗം, താഊൻ പോലത്തെ ഒരു രോഗം, സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള അജിതം എന്നാണ് അതിന്റെ പേരെന്നാണ് ഞാൻ ഓർമ്മയെന്ന് പറഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് അത് നോക്കി ഉറപ്പ് വരുത്താം. അതൊരു രോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ, രോഗം പകരുകയില്ല. അതേ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിലുണ്ട്, ഈ താഊൻ പോലത്തെ ഒരു രോഗമുണ്ട്, അതിൽ നിന്ന് അസദിൽ നിന്ന് ഓടുന്നത് പോലെ നിങ്ങൾ ഓടിക്കോളൂ, സിംഹത്തെ കണ്ടാൽ ഓടുന്നത് പോലെ നിങ്ങൾ ഓടിക്കോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ പകരും എന്നാൽ പകരില്ല എന്ന ഹദീസിൽ വന്നു. എന്താണ് അതിന്റെ ശരിയായ തഫ്സീർ, അതിന്റെ ശറഹ് വിശദീകരണം എന്താണ്? സ്വയം പകരുകയില്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖദർ അനുസരിച്ചിട്ടല്ല. അതുകൊണ്ട് ഒരു പരിധി വിട്ട് അതിനെ ഭയക്കാൻ പാടില്ല. അതിന് ചില അഹ്കാമുകൾ ദീനിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിച്ചു, നബിയെ പിന്നെ എങ്ങനെയാണ് രോഗമുള്ള ഒരു ഒട്ടകത്തിന്റെ കൂടെ മറ്റൊന്നിനെ നമ്മൾ താമസിപ്പിച്ചാൽ ഇതിന് രോഗം പകരുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ ആദ്യത്തെ ഇനെങ്ങനെയാണ് വന്നത്? ആദ്യത്തെ ഉണ്ടല്ലോ, അതിനെവിടുന്നാണ് വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എപ്പോഴും പകരണമെന്നില്ല. നോക്ക്, ഒരു വീട്ടിൽ ഇതുപോലത്തെ പകർച്ചവ്യാധി ഒരാൾക്കുണ്ടായാൽ ചിലപ്പോൾ ഒന്നാ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു പ്രാവശ്യം കയറിയ ഒരാളായിരിക്കും, അയാൾക്കത് വന്നിട്ടുണ്ടാവും. എന്നാലോ ചിലപ്പോൾ ഇയാൾ കൂടെ തന്നെ ഉണ്ടായ ആൾക്ക് പകർന്നിട്ടുണ്ടാവില്ല. എത്ര അനുഭവങ്ങൾ. എല്ലാ സമയത്തും അത് പകരണമെന്നില്ല, അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചിട്ടല്ലാതെ പകരുകയില്ല. താഊൻ വന്നാൽ, പകർച്ചവ്യാധി ഒരു നാട്ടിൽ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നാട്ടിൽ താഊൻ, പ്ലേഗ് രോഗം പോലെയുള്ള മാരകമായ പകർച്ചവ്യാധി ഉണ്ടെന്ന് നിങ്ങൾ കേട്ടാൽ അങ്ങോട്ട് പോകരുത്. ഒരു നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടെന്ന് നിങ്ങൾ നിൽക്കുന്ന നാട്ടിലല്ല, വേറൊരു നാട്ടിൽ, എങ്കിലും അങ്ങോട്ട് പോകരുത്. ഇത് പകരുമെന്നതുകൊണ്ടാണ്, സംശയമല്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ ഒരു പകർച്ചവ്യാധി ഇതുപോലത്തത് വന്നു, പേടിച്ചോടാൻ പാടില്ല, അവിടെ തന്നെ താമസിക്കണം. ലാ അദ്വാ, രോഗം പകരുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ പകരൂ. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അലം തറ ഇലൽ ലദീന ഖറജൂ മിൻ ദിയാരിഹിം വഹും ഉലൂഫുൻ ഹദറൽ മൗതി ഫഖാല ലഹുമുല്ലാഹു മൂതു സുമ്മ അഹ്യാഹും. ആയിരക്കണക്കിന് ആളുകൾ നീ കണ്ടിട്ടുണ്ടോ അവരവരുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഹദറൽ മൗത്ത്, മരണത്തെ പേടിച്ചിട്ട്. ഫഖാല ലഹുമുല്ലാഹു മൂതു, അല്ലാഹു അവരോട് പറഞ്ഞു നിങ്ങൾ മരിക്കൂ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് സംഭവിക്കൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവരെല്ലാവരും മരിച്ചു. സുമ്മ അഹ്യാഹും, പിന്നീട് കാലങ്ങൾക്ക് ശേഷം അല്ലാഹു അവരെ ജീവിപ്പിച്ചു. ആ സംഭവം തഫ്സീറുകളിൽ കാണാം. ഒരു നബി അതിലെ വന്നു എന്നാണ്. എന്നിട്ട് ഇവരെ കണ്ടു, മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ കണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു ഇവരെ മരിപ്പിച്ച് നീ എനിക്ക് കാണിച്ചു. അള്ളാഹു അവരെ മരിപ്പിച്ചു. ഒരു ആയത്ത് എന്ന നിലക്ക്, ഒരു അത്ഭുതം എന്ന നിലക്ക്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടില്ല ഒരാളെ കുറിച്ച്. എന്താണ് ആ ആളെ? ഫഅമാതഹു അല്ലാഹു മിഅത ആമിൻ, 100 വർഷം മരിപ്പിച്ചു. സുമ്മ ബഅസ്, എന്നിട്ട് വീണ്ടും ജീവിപ്പിച്ചു. അത് ഉസൈർ നബിയായിരുന്നുവെന്ന് അലൈഹി സ്വലാത്തു വസ്സലാം മുഫസ്സിറുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. فقال لهم الله فأماته الله 100 عام ثم بعثه قال كم لبثت, നീ എത്ര കാലം ഉറങ്ങിക്കിടന്നു? قال لبثت يوما أو بعض يوم, ഞാൻ പറഞ്ഞു ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച്. قال بل لبثت 100 عام, അല്ല നീ 100 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. فانظر إلى طعامك وشرابك لم يتسنى, നിന്റെ ഭക്ഷണവും വെള്ളവും കയ്യിലുണ്ടായിരുന്നല്ലോ, അത് നോക്ക്, ഒന്നും സംഭവിച്ചിട്ടില്ല. വൻദുർ ഇലാ ഹിമാരിക്, നിന്റെ കഴുതയെ നോക്ക്. വലിനജഅലക ആയതൻ ലിന്നാസ്, നിന്നെ നാം ഒരു ആയത്താക്കാൻ വേണ്ടി. കഴുതയെ നോക്കുമ്പോൾ എന്താ? കഴുത ചത്ത് അതിന്റെ എല്ല് നിരുമ്പിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫൻദുർ ഇലൽ ഇളാമി, നീ എല്ലുകളിലേക്ക് നോക്ക്. കൈഫ നുൻശിസുഹാ ثم نكسوها لحما,
അതിന് നാം എങ്ങനെയാണ് മാംസം കൊണ്ട് പൊതിയുന്നത്, നേരെയാക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കെ എല്ലുകളൊക്കെ ഒരുമിച്ച് ചേർന്നു, അതിൽ മാംസം അതിനെ പൊതിഞ്ഞു, കഴുതയായി മാറിയതാണ്. തൊട്ടടുത്ത ആയത്തിൽ എന്താ ഉള്ളത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി അരിനി കൈഫ തുഹീൽ മൗത, അള്ളാഹുവേ നീ എനിക്ക് കാണിച്ചതാ, നീ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? ഖാല അവലം തുഅ്മിൻ, അള്ളാഹു ചോദിച്ചു നീ എന്താ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി, അല്ല റബ്ബേ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, എൻ്റെ ഖൽബിനൊരു തുമഅനീനത്ത് കിട്ടാൻ, ഒരു ആശ്വാസം കിട്ടാൻ, കൂടുതൽ യഖീൻ ഉറക്കാൻ. എന്തിന്? നേരിട്ടത് കണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാളും ആ ശക്കിന് കൂടുതൽ അർഹതപ്പെട്ടവർ നമ്മളാണ്. സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുണ്ട്. ആ ശക്കിന് അതെന്താ? അത് കുഫറിന്റെ ശക്കല്ല, അത് കുഫറിന്റെ ശക്കല്ല, മറിച്ച് തുമഅനീനത്ത് ഒരാൾ ആഗ്രഹിക്കാൻ, കൂടുതൽ കൂടുതൽ എനിക്ക് ഈമാൻ ഉറക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? പഠിച്ചാൽ മതി, നന്നായി പഠിക്കുക, അള്ളാഹുവിന്റെ ദീൻ നന്നായി പഠിക്കുക, അവന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും നന്നായി പഠിക്കുക, അള്ളാഹുവിനോട് യഖീൻ വർദ്ധിപ്പിച്ചു തരാൻ ദുആ ചെയ്യുക. ഇഹ്ഫളില്ലാഹ് യഹ്ഫളുക, ഇഹ്ഫളില്ലാഹ് തജിദ്ഹു തുജാഹക. അള്ളാഹു അവന്റെ ആയത്തുകൾ കൺമുന്നിൽ കാണിച്ചു തരും, സംശയമില്ല. ബിഇദ്നില്ലാഹി വതൗഫീഖിഹി, അവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ, ശൈത്താനെ പിടികൊടുക്കാതിരുന്നാൽ, അള്ളാഹുവിന്റെ ദീൻ പഠിച്ചാൽ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബിയോട് എന്താ പറഞ്ഞത്? ഖാല ഫഖുദ് അർബഅതൻ മിന അത്തൈരി ഫസുർഹുന്ന ഇലൈക ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا. നീ പക്ഷികളെ പിടിക്കുക, 4 പക്ഷികളെ, എന്നിട്ട് അറുക്കുക, കഷ്ണം കഷ്ണം കഷ്ണമാക്കി അതിന്റെ മാംസം പരസ്പരം കൂട്ടിക്കലർത്തുക, എല്ലാം കലർത്തി പരസ്പരം, എന്നിട്ട് ഓരോന്ന് ഓരോ ജബലിൽ കൊണ്ടുവെക്കുക, എന്നിട്ട് ثم ادعهن, അതിനൊക്കെ വിളിക്കുക, يأتينك سعيا, പറന്ന് നിന്റെ അടുത്തേക്ക് വരുന്നതാണ്. അങ്ങനെ വന്നു അള്ളാഹുവിന്റെ ആയ എന്ന നിലക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതേപോലത്തെ ഒരു സംഭവമാണ്. ഒരാൾ പണ്ട് കാലത്ത് ജീവിച്ച ഒരാൾ, അദ്ദേഹം പറഞ്ഞു, എന്താണ്, അയാൾ ഒരുപാട് പാപം ചെയ്ത ആളായിരുന്നു. മരിക്കാൻ കാലത്തേക്ക് അയാൾ മക്കളോട് പറഞ്ഞു, മക്കളെ, അള്ളാഹു എങ്ങാനും എന്നെ രണ്ടാമത് ജീവിപ്പിച്ചാൽ അവനൊരിക്കലും എന്നെ വെറുതെ വിടൂല, ഞാൻ അത്രയും പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വസിയത്താണ്, മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കത്തിക്കണം, കത്തിച്ച് ചാരമാക്കണം, ചാരമാക്കി ആ ചാരം കടലിലും കരയിലും വിതറണം. സഹീഹായ ഹദീസാണ്, മുസ്ലിമൊക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ബുഖാരിയിലുണ്ടോ എനിക്ക് ഓർമ്മയില്ല, വളരെ അറിയപ്പെട്ട ഹദീസാണ്. കടലിലും വിതറണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അയാളെ രണ്ടാമതും ജീവിപ്പിക്കുമല്ലോ. അയാൾ അള്ളാഹു സുബ്ഹാനഹു തആല മക്കളെന്ത് ചെയ്തു? ആ വസിയത്ത് അതുപോലെ നടപ്പിലാക്കി. എന്നാൽ ഇയാളെ കത്തിച്ചു, ഇയാളുടെ ചാരം കരയിലും കടലിലുമാക്കി വിതറിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ കരയിൽ നിന്നും കടലിൽ നിന്നും ഇയാളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്നു ഇയാളെ രണ്ടാമതും ജീവിപ്പിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? നീ അതിനെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റബ്ബി മഖാഫതക, അള്ളാഹു നിന്നെ പേടിച്ചിട്ടാണ്, അള്ളാഹുവെ നിന്നോടുള്ള മഖാഫത്ത് കൊണ്ടാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആൾക്ക് പുറത്തു കൊടുത്തു, അള്ളാഹുയുടെ സ്വർഗത്തിലാക്കിയത്. സുബ്ഹാനഹു തആല വലില്ലാഹിൽ ഹംദ്. അപ്പോൾ എന്താണ്, അദ്ദേഹം ഈ ഹദീസിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. കാരണം അതിലൊരു ശക്കുണ്ടല്ലോ, അള്ളാഹിന്റെ കുദറത്തിൽ ആൾക്കൊരു ശക്കുണ്ടല്ലോ. അള്ളാഹ് എന്നെ ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ അവൻ എന്നെ വെറുതെ വിടില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യണമെന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ അള്ളാഹ്ക്ക് കഴിയുകയില്ല എന്ന ആ വിശ്വാസം അസ്ലൻ അത് കുഫറാണ്, വിശ്വസിക്കാൻ പാടില്ലല്ലോ. പക്ഷെ അല്ലാഹു അലം അദ്ദേഹത്തിന് ചില ഉദുർ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ്. ചില ഉദുറുകൾ, ഒന്നുകിൽ ജഹാലത്തിന്റെ ഉദുർ, അറിവില്ലായ്മ കൊണ്ട്, എന്തെങ്കിലും ഉദുർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കഴിവുള്ളവനാണ്, അവനാകട്ടെ അവൻ ജീവിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആ ആയിരക്കണക്കിന് ആളുകൾ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് മരണത്തെ പേടിച്ചിട്ടായിരുന്നു. നാട്ടിലൊരു പകർച്ചവ്യാധി ഉള്ളത്, എന്നാൽ അള്ളാഹു അവരെ മരിപ്പിച്ചു, വീണ്ടും ജീവിപ്പിച്ചു. അത് തെളിവാണ് അള്ളാഹുവിന് രണ്ടാമതും ജീവിപ്പിക്കാൻ കഴിയും എന്നതിന്. അങ്ങനെ രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിപ്പിക്കും എന്ന് ചിലർ വിചാരിച്ചു. റസൂലുള്ളാഹി വഫാത്തായപ്പോൾ, അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്തായപ്പോൾ പറഞ്ഞത് ആളുകളെ കേൾപ്പിക്കാൻ, യാ റസൂലല്ലാഹ് ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈൻ അമ്മൽ മൗതതു അല്ലതി കുതിബത അലൈക ഫഖദ് മുത്തഹ. അള്ളാഹു താങ്കൾക്ക് 2 മരണം വിധിച്ചിട്ടില്ല, വിധിച്ച ഒരു മരണം താങ്കൾ മരിച്ചിരിക്കുന്നു.
ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി തിരിച്ചു വരികയില്ല എന്നവരെ ഉറപ്പിക്കാൻ. കാരണം സഹാബത്തൊക്കെ ആകെ അന്താളിപ്പിലായിപ്പോയി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ. അങ്ങനെ ആ നാട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് പോയി. അങ്ങനെ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരിക്കൽ റസൂലുള്ളാഹിന്റെ കാലശേഷം ഒരു നാട്ടിലേക്ക് ചെല്ലുകയാണ്. സഹാബത്ത് പലരും ഉണ്ട് കൂടെ. അപ്പൊ ആ നാട്ടിൽ ഷാമിൽ അവിടെ പ്ലേഗ് ഉണ്ടാകുന്ന സമയത്ത് താഊനുണ്ട്. അപ്പൊ ചെല്ലണോ വേണ്ടേ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി സഹാബത്തിനിടയിൽ. അവർക്ക് ഹദീസ് ആ സമയത്ത് റസൂലുള്ളാഹിന്റെ ഹദീസ് ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് അതറിയാം. പക്ഷെ അവിടുന്ന് ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരിച്ച് നമുക്ക് അവിടത്തേക്ക് തന്നെ പോകാം, അള്ളാഹിന്റെ ഖദറല്ലേ, അള്ളാഹിന്റെ ഖദറുണ്ടെങ്കിൽ നമുക്ക് രോഗം ബാധിക്കും, നമുക്ക് ആ നാട്ടിലേക്ക് തന്നെ പോകാം, രോഗം പടർന്നു എന്ന് പറയുന്ന നാട്ടിലേക്ക് തന്നെ പോകാം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, ഉമറിന്റെ അഭിപ്രായം പോകരുത് എന്നാണ്. റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ നമ്മൾ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്, തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ അനഫിറു മിൻ ഖദരില്ലാഹ്, അള്ളാഹിന്റെ ഖദറിൽ നിന്ന് ഓടിപ്പോവുകയാണ് നമ്മൾ. അപ്പോൾ ഉമർ ചോദിച്ചു, അബൂ ഉബൈദ നിങ്ങളല്ല വേറെ ആരെങ്കിലും ആയിരുന്നു ഇത് ചോദിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കരുത്. നഫിറു മിൻ ഖദരില്ലാഹ് ഇലാ ഖദരില്ലാഹ്, അള്ളാഹിന്റെ ഖദറിൽ നമ്മൾ എങ്ങോട്ടേക്കാണ് ഓടിപ്പോകുന്നത്? അള്ളാഹിന്റെ ഖദറിലേക്ക് തന്നെയാണ്. ഇതും അള്ളാഹിന്റെ ഖദറാണ്. പണ്ട് സലഫുകളിൽ ഒരു സംഭവം അറിയപ്പെട്ടിട്ടുണ്ടല്ലോ, ഒരാൾ കുടിച്ചിട്ട് ഇസ്ലാമിക ഗവൺമെന്റ് അടി ശിക്ഷ കൊടുക്കുമല്ലോ. അപ്പൊ പറഞ്ഞു, എങ്ങനെ എന്നെ ശിക്ഷിക്കുക, അള്ളാഹിന്റെ ഖദറല്ലേ ഞാൻ കുടിച്ചത്. അപ്പൊ അടി കൊടുത്തിട്ട് പറഞ്ഞു, ഇതും അള്ളാഹിന്റെ ഖദറാണ്. അപ്പോ എന്നതുപോലെ നഫിറു മിൻ ഖദരില്ലാഹി ഇലാ ഖദരില്ലാഹ്, നമ്മൾ അള്ളാഹിന്റെ ഖദറിലേക്കാണ് പോകുന്നത്. അപ്പോൾ തഊൻ വന്നാൽ ഇങ്ങനെ ചില അഹ്കാമുകളുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നാൽ അവിടുന്ന് ഓടിപ്പോകാൻ പാടില്ല. വേറൊരു നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത്. അപ്പൊ അദ്വ ഇല്ല, പകരുകയില്ല എന്ന് പറഞ്ഞാൽ രോഗം സ്വയം പകരുകയില്ല. അള്ളാഹിന്റെ ഖദർ അനുസരിച്ച് മാത്രമേ അത് പകരുകയുള്ളൂ. ചിലപ്പോൾ പകരും, ചിലപ്പോൾ പകരും, ചിലപ്പോൾ പകരും, ചിലപ്പോൾ പകരുകയില്ല. അങ്ങനെ വിശ്വസിക്കണം. അല്ലെങ്കിൽ തൗഹീദിനെതിരാവും. മനസ്സിലായോ? അല്ലെങ്കിൽ തൗഹീദിനെതിരാവും. കാരണങ്ങളിൽ ഖൽബ് തഅല്ലുഖാക്കരുത്. ദുനിയാവിന്റെ അസ്ബാബുകളിൽ, ദുനിയാവിലെ കാരണങ്ങളിൽ ഒരിക്കലും ഖൽബ് അതിൽ കെട്ടിയിടരുത്. ശരീരം കൊണ്ട് ആ അസ്ബാബുകളൊക്കെ ചെയ്യാം. ഇബ്നുൽ ഖയ്യിം തവക്കുൽ വിശദീകരിച്ചത് അതാണ്. അങ്ങനെയാണ്, നല്ല വിശദീകരണമാണ്. എന്താണ് തവക്കുൽ? ജോലി ചെയ്ത് നീ അള്ളാഹുവിൽ തവക്കുലാക്കലാണോ? നിന്റെ വാഹനം നീ ഒട്ടകമുണ്ടെങ്കിൽ കെട്ടിയിടാതെ തവക്കുലാക്കലാണോ? അല്ല, മറിച്ച് നിന്റെ ശരീരം കൊണ്ട് ചെയ്യേണ്ടത് നീ ചെയ്യുക. ഖൽബ് അള്ളാഹുവിൽ തവക്കുലാക്കുക. ഖൽബ് ആ കാരണത്തിന് നീ കെട്ടിയിടരുത്. ഖൽബ് ജോലിയിൽ കെട്ടിയിടരുത്. അത് പോയാൽ സുബ്ഹാനല്ലാഹ് ഞാനാകെ പട്ടിണി കിടന്ന് മരിച്ചു, അങ്ങനെയുള്ള ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവരാകെ തകർന്ന് ഇനിയൊന്നും ഇല്ല എന്നതുപോലെ ആണ്. അവർ കാത്തിരിക്കാൻ തയ്യാറല്ല. അള്ളാഹു എന്താണ് വിധിച്ചത് എന്ന് നോക്കാൻ തയ്യാറല്ല. അങ്ങനെ പാടില്ല. ഖൽബിനെ അതുമായിട്ട് കെട്ടിയിടരുത്. സബബിൽ, കാരണത്തിൽ ഖൽബിനെ കെട്ടിയിടരുത്. ശരീരം കൊണ്ട് ആ കാരണം പ്രവർത്തിക്കുക. ഖൽബ് അള്ളാഹുൽ തഅല്ലുഖാക്കുക. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. ആരല്ലാഹുൽ തവക്കുലാക്കി അവൻ അല്ലാഹു. വലാ തീറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്വ വലാ തീറ, തീറത്തുമില്ല, ശകുനവുമില്ല, ഒരു ശകുനവുമില്ല. അത് മൈന ആകട്ടെ, അത് പൂച്ചചാടലാകട്ടെ, എന്താകട്ടെ, ഇപ്പൊ പല്ലി ഒച്ചുണ്ടാക്കലാകട്ടെ, ഒന്നുമില്ല, ഒരു ശകുനവും ഇല്ല. അത് വിശ്വസിക്കാൻ പാടില്ല. ശിർക്കാൻ, തൗഹീദിൽ കോട്ടം സംഭവിക്കും. വല ഹാമ, ഹാമത്ത് എന്ന് പറഞ്ഞാൽ ഈ രാത്രി ഒച്ചുണ്ടാക്കുന്ന ആ പക്ഷി, മൂങ്ങ കൂമ അങ്ങനെ പലതും നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, അതാണ് ഹാമ. അത് അതിൻ്റെ ഒച്ച കേട്ടാൽ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കും എന്നാണ്. ഇന്നും ഈ നാട്ടിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മറ്റുള്ള സമുദായങ്ങളിൽ, മുസ്ലിങ്ങളിൽ ഉണ്ടോന്ന് അറിയില്ല, അള്ളാഹു ഉണ്ടാ, കുടുംബത്തിൽ ആരെങ്കിലും മരിക്കും എന്നത്. വല സഫർ, സഫറില്ല. സഫർ എന്നാൽ സഫർ മാസം അത് ദുശകുനത്തിന്റെ മാസമായി പണ്ട് കാലത്ത് ആളുകൾ മനസ്സിലാക്കിയിരുന്നു. അതുമില്ല. നഹ്സ്, നഹ്സിന്റെ മാസം, നഹ്സിന്റെ ദിവസം, ദുശകുനത്തിന്റെ ദിവസം, അന്നൊന്നും ചെയ്യാൻ പാടില്ല എന്ന വിശ്വാസം. ഏത് ഈ രാഹുകാലം അങ്ങനത്തെ വിശ്വാസം പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. മുശ്രിക്കുകളുടെ അതേ വിശ്വാസം. ആ സമയത്ത് ചെയ്യരുത്. ആ സമയത്ത് രാഹുകാലമാണ്. ആ സമയത്ത് ചില നമ്പറുകൾ, 13-ാം നമ്പർ ഉപയോഗിക്കാത്ത ആളുകൾ 13-ാം നമ്പർ റൂമിലേക്ക് കയറുകയില്ല.
13-ാം നമ്പർ ഉള്ള വാഹനം ഉപയോഗിക്കില്ല. സാധാരണ ഒരക്കം രണ്ടക്കം ഉള്ള വാഹന നമ്പർ ആളുകൾ പൈസ കൊടുത്ത് ലേലത്തിൽ പിടിക്കും. 13-ാം നമ്പർ വാങ്ങുമോ? അത് വാങ്ങൂല. ആരെങ്കിലും എടുത്തോട്ടെ. ഇത് തീറത്താണ്. ഒരിക്കലും പാടില്ല. തൗഹീദിനെ ബാധിക്കുന്ന വിശ്വാസമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വല സഫർ ഇല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ വല നൗഉമില്ല. നൗ എന്നാൽ അതെന്താണ് കൃത്യമായ മലയാളം? ചില ആളുകൾ അതിന് നാറ്റുവേല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് ഇതിന്റെ അർത്ഥമായിട്ട്. ചില ആളുകൾ, ചില പ്രാസംഗികന്മാരൊക്കെ പറയുന്ന മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. നാറ്റുവേലന്റെ അർത്ഥം എന്താണ് മലയാളത്തിൽ ശരിക്കും അതിന്റെ അർത്ഥം നമുക്കറിയില്ല. അല്ലാഹു അഅലം. നൗ അത് സംഗതി എന്താണ്? നൗ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ മൻസിലുകളുണ്ട്. ചന്ദ്രന്റെ സഞ്ചാരത്തിൽ ഖമർ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഖമറും ശംസും സഞ്ചരിക്കുന്നുണ്ട്. ഖമറും ശംസും സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്നുണ്ട്. ഈ സഞ്ചാരത്തിൽ അതിന്റെ ആ സഞ്ചാരത്തിനിടയിലുള്ള ഓരോ സ്ഥലം ഉണ്ടല്ലോ. ഒരു ദിവസം ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ വേറൊരു സ്ഥലത്തായിരിക്കും. ആ സഞ്ചാരത്തിനിടയിലുള്ള അതിന്റെ മൻസിലുകൾ, അതിന്റെ സ്ഥാനങ്ങൾ, അതിനാണ് നൗ എന്ന് പറയുക. ഇതിന് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട്. ഈ സഞ്ചാരത്തിന് ഭൂമിയിലെ നമ്മുടെ ജീവിതവുമായി ബന്ധമുണ്ട് എന്നുള്ള വിശ്വാസം. അതാണ് നൗ. അപ്പോൾ അല്ലാഹു അലം, ഈ ചൊവ്വ അതൊക്കെ അതിൽപ്പെടുന്നതാണ്. ചൊവ്വ ഇതിനെ ഈ ഗ്രഹത്തിനെ നോക്കി തന്നെയല്ലേ ഇവർ ചൊവ്വ എന്ന് പറയുന്നത്? അതന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിതേ വിശ്വാസമാണ്. അങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് പടച്ചു വെച്ചിട്ടുള്ള ഒരു ഗ്രഹത്തിനും ഒരു നക്ഷത്രത്തിനും നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധമില്ല, സ്വാധീനം ചെലുത്താൻ കഴിയുകയില്ല. അവന്റെ ശനിയാണ് എന്ന് പറയാറുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ റിവായത്തിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്. വല നൗ എന്നാൽ മനാസിലുൽ ഖമർ, ഖമറിന്റെ സഞ്ചാരത്തിനിടയിൽ അതിന്റെ സ്ഥാനങ്ങൾ, അതിനനുസരിച്ച് ഭൂമിയിൽ പലതും നടക്കുക എന്ന് പറയാം. നക്ഷത്രം നോക്കുക എന്നത് ഇതിന്റെ ഭാഗമാണ്. ജാതകം ഇതിന്റെ ഭാഗമാണ്. ഇതൊന്നും തന്നെ ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ പാടില്ലാത്ത ശിർക്കിന്റെ വിശ്വാസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദിൽ വിശ്വസിക്കുന്നതിനെതിരാണ്. അള്ളാഹുവിന്റെ അമ്പിയ പഠിപ്പിച്ച ദീൻ ഇതിനെതിരാണ്. അവന്റെ അമ്പിയ മുഴുവൻ ഈ തരത്തിലുള്ള വൃത്തികെട്ട വിശ്വാസങ്ങൾക്കെതിരായി. ഇതൊക്കെയാണ് ചങ്ങലക്കെട്ടുകൾ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിലൂടെ നമ്മിൽ നിന്ന് ഒഴിവാക്കി തന്നിരിക്കുന്നു. يحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. നമുക്ക് മുകളിലുള്ള ഇത്തരം ചങ്ങലക്കെട്ടുകൾ, മാറാപ്പുകൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒഴിവാക്കി തന്നിരിക്കുന്നു. ഇതുപോലുള്ള ഒക്കെ മാറാപ്പുകളാണ്. ഇത് ആഖിറത്തിലും ദുനിയാവിലും ദുർറുണ്ടാക്കുന്നതാണ്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളുള്ള സമുദായങ്ങളിൽ വരുന്നത് ദുർറെത്രയുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ആ സമുദായങ്ങളിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ കൊണ്ട് എത്ര പ്രയാസങ്ങൾ ഉണ്ട് എന്നത് അറിയാവുന്ന വളരെ അറിയപ്പെട്ട കാര്യമാണ്. മുസ്ലിമീങ്ങൾ അതിന്റെ പിന്നാലെ പോയാൽ അവരവരുടെ ദുനിയാവും ആഖിറത്തുമാണ് നശിപ്പിക്കുന്നത്. ഈ ലോകവും പരലോകവും അവർ അതിലൂടെ നശിപ്പിക്കുകയാണ്. അത് അഖീദ പൊളിഞ്ഞു പോകും. വല നൗ ഇല്ല, അഥവാ ഖമറിന്റെ സഞ്ചാരത്തിനനുസരിച്ചൊന്നും സംഭവിക്കില്ല. അതിനാണ് ചില ആളുകൾ നാറ്റുവേല എന്ന് അർത്ഥം പറയാറുണ്ട്. അത് അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. ഇതാണ് അതിന്റെ അർത്ഥമെങ്കിൽ സഹീഹ്, ശരിയാണ്. വല ഗൗലുമില്ല. ഗൗൽ എന്നാൽ ഭയപ്പെടുത്തുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ലുഗത്തിൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ ഒരു സംഗതി ഉണ്ടായിരുന്നു. അഥവാ ജാഹിലിയത്തിൽ അറബികൾ എങ്ങോട്ടെങ്കിലും സഞ്ചരിച്ചാൽ അവർക്ക് ചില സ്ഥലത്തെത്തിയാൽ ശൈത്താന് ചില ശർറുണ്ടാവും. ശൈത്താൻ ഇങ്ങനെ പല നിറങ്ങളും പല ഭീകരമായ ചില കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഭയപ്പെടുത്തും. പിന്നെ ഈ ഖൗം ഒരിക്കലും ആ ഭാഗത്തേക്ക് പോകില്ല. അങ്ങനെ പേടിപ്പിക്കാൻ നല്ല സംഗതി ഉണ്ടായാൽ പിന്നെ അതും പേടിച്ചിട്ടായിരിക്കും ഇവരുടെ നടത്തം. അത് നമ്മൾ സൂറത്തുൽ ജിന്നിൽ ആയത്തുണ്ടല്ലോ, അന്നഹു ചില റിജാലുകൾ യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖ. എന്താണ് ആയത്തിൽ തുടക്കം? അന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖ. ഇൻസിലെ ചില ആളുകൾ ജിന്നിലെ ചില ആളുകളോട് സഹായം തേടും. അതിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്മാർ
ജാഹിലിയത്തിൽ അവർ ഏതെങ്കിലും ഒരു താഴ്വരയിലെത്തിയാൽ അവർ പറയും, താഴ്വരയിലെത്തും, ഏതെങ്കിലും മരുഭൂമിയിലെ താഴ്വരയിൽ, അവിടെയൊക്കെ ജിന്നുകളുണ്ടാവും. അപ്പോൾ ജിന്നുകളൊക്കെ മനുഷ്യന്മാരെ കണ്ടാൽ അവർ പറയും മനുഷ്യൻ വരുന്നുണ്ട് ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യും, പോകുമെന്നാണ്. അപ്പം ഇത് ആർക്കറിയില്ല, ഈ അവിടെ എത്തിയിട്ടുള്ള ജാഹിലായ മനുഷ്യനറിയില്ല. അവൻ പറയും അഊദു ബിഅളീമി ഹാദൽ വാദി, ഈ താഴ്വരയുടെ രക്ഷകനായ താഴ്വരയിലെ അളീമായ ജിന്നിനോട് ഞാനിതാ രക്ഷ തേടും. അപ്പോൾ മടങ്ങിപ്പോയ ജിന്നൊക്കെ ശരി, ഇപ്പോൾ ഇവനെ നമ്മളെ പേടിയാണല്ലേ എന്ന് പറഞ്ഞ് ഇവനെ കൊണ്ട് ഇവനെ കളിപ്പിക്കാൻ വേണ്ടി വരും, പേടിപ്പിക്കും, പലതും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണെന്നാണ്. എന്ത്, ജിന്നിനെ ആരെ പേടിയാണ്? മനുഷ്യനെ പേടിയാണെന്നാണ്. പക്ഷേ മനുഷ്യൻ്റെ അമൽ അവനെ കൊണ്ട് പലതും ചെയ്യിക്കുന്നു. അത് അങ്ങനെ തന്നെയാണ്. സാധാരണ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിമിന് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ജിന്നിനെ ശൈത്താനെ അവൻ പേടിച്ചിറക്കേണ്ട കാര്യമില്ല. അള്ളാനെ അല്ലേ അള്ളാഹു നമ്മളോട് പേടിക്കാൻ പറഞ്ഞത്? ഒരാളെയും പേടിക്കരുത്. മുഅ്മിനുകൾക്ക് അമ്നുള്ളവരായിരിക്കണം മുഅ്മിനുകൾ. ഉലൈക ലഹുൽ അംനു വഹും മുഹ്തദൂൻ, നിർഭയത്തുള്ളവരാണ്. അള്ളാഹിന്റെ ഖദർ അനുസരിച്ച് എന്തും നടക്കൂ എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം പിന്നെ ഏത് ജിന്നിനെ പേടിച്ച് നടക്കാനാണ്? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ ജിന്നുകൾ എന്തൊക്കെ ചെയ്യും, ശൈത്താന്മാർ എന്തൊക്കെ ചെയ്യും, അതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ ആരെയും, ഒരു ശൈത്താനെയും ഒരു ജിന്നിനെയും നമ്മൾ പേടിച്ച് നടക്കുകയില്ല. അള്ളാഹുവിനോട് നമ്മൾ രക്ഷ തേടുന്നു. എന്നാൽ ശൈത്താൻ അനുസരിച്ച് ജീവിക്കുന്നവൻ അവനെ പേടിക്കേണ്ടി വരും. ശൈത്താൻ അനുസരിച്ച് ജീവിക്കുന്നവൻ, ഹറാമിൽ ജീവിക്കുന്നവൻ, സിനിമയുടെയും അതുപോലെ മ്യൂസിക്കിൻ്റെയും അങ്ങനത്തെ ഹറാമിൻ്റെ ഒക്കെ ആളുകളുണ്ടല്ലോ, അവൻ പേടിക്കേണ്ട ഒരു ശൈത്താൻ. ആ ശൈത്താൻ അവനെ കൊണ്ട് തലാഉബ് നടത്തും, വട്ടം കറക്കും, പലതും ചെയ്യും, ശരീരത്തിൽ കയറിക്കൊടും, പേടിപ്പിക്കും, പലതും ചെയ്യും, രോഗമുണ്ടാക്കും, പ്രാന്തുണ്ടാക്കും, ഒക്കെ ചെയ്യും. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വല്ലതും അവൻ്റെ ശൈത്താൻ്റെ ഉപദ്രവം ഉണ്ടായാൽ അള്ളാഹിൻ്റെ ഖദർ എന്ന് കരുതി അവൻ സമാധാനിക്കും, അള്ളാഹിനോട് ദുആ ചെയ്യും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സ ചെയ്യും. അവൻ ഒരിക്കലും ദർഗയിലേക്ക് പോവുകയില്ല, അവൻ ഉറുക്ക് കെട്ടുകയില്ല, മന്ത്രവാദികളടുത്ത് ചെല്ലുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ചെയ്യും. അല്ലാത്തവൻ അവനാകെ അങ്ങനെയുള്ളവൻ പേടിക്കേണ്ടി വരും, അവൻ പേടിച്ചെടുക്കേണ്ടി വരും. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവന് പേടിക്കേണ്ടതില്ല. അള്ളാഹുവിനെ പേടിക്കുന്നവനെ എല്ലാവരും പേടിക്കുന്നതാണ്. അള്ളാഹുവിനെ പേടിക്കുന്നവനെ എല്ലാവരും പേടിക്കുന്നതാണ്. അള്ളാഹിനെ പേടിക്കാത്തവനോ അവനെല്ലാവരെയും പേടിച്ചെടുക്കേണ്ടി വരും. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അള്ളാഹു ഒരുത്തനെ ഇഹാനത്തിലാക്കിയാൽ, നിന്ദിച്ചാൽ അവനെ ബഹുമാനിക്കാൻ ആരുമില്ല. വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അള്ളാഹു ഇഹാനത്തിലാക്കിയവനെ ബഹുമാനിക്കാൻ ആരും തന്നെയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പേടിക്കുക, അവൻ്റെ ദീൻ പാലിച്ച് ജീവിക്കുക, ആരെയും പേടിക്കാതിരിക്കുക, ആരെയും പേടിക്കാതിരിക്കുക. ചില ആളുകൾക്കൊക്കെ മുമ്പ് പഠിക്കാത്ത ചില സംഗതികൾ, ജിന്ന്, ശൈത്താൻ, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചാൽ അത് ശരീരത്തിൽ ബാധിക്കും, പല രോഗങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെ പഠിച്ചാൽ പിന്നെ ചില ആളുകൾ പേടി വരുന്നു എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. പേടിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താണ്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാനിൽ ശിർക്ക് കലരാത്ത മുഅ്മിനുകൾ, അവർക്കാണ് അമ്നുള്ളത്, നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലായിട്ടുള്ളത്. മുഅ്മിൻ ഒരിക്കലും ഭയപ്പെടുന്നവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറഞ്ഞിട്ടുള്ളത് കാന അശ്ജഅൻ നാസ്, അവിടുന്ന് അങ്ങേയറ്റം ശുജാഅത്തുള്ള ധീരതയുള്ള ആളായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ അനുയായികളാണ് മുഅ്മിനുകൾ. ഖൗഫ് മുനാഫിക്കുകളുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, പെട്ടെന്നുണ്ടാകുന്ന പേടികളല്ല. ഇപ്പോൾ ഒരാൾ, സെലഫുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് വേറൊരാൾ പറഞ്ഞു, ആളുണ്ടല്ലോ വേറൊരാളെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ശരിയായ മുഅ്മിനാണ്. എന്താ കാര്യം? അദ്ദേഹത്തെ ഒരു വന്യമൃഗം പിടിക്കാൻ വന്നു, ഒട്ടും പേടിച്ചില്ല. അപ്പം ഇദ്ദേഹം, അത് താബിഈയാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞു അത് ശരി. അപ്പം ഇദ്ദേഹം മൂസാ നബിയേക്കാൾ നല്ല ആളല്ലോ. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഫിറഔനും കൂട്ടരും കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ഖായിഫൻ യതറഖബ്, പേടിച്ചുകൊണ്ട് അവിടത്തേക്ക് പോയി, മദീനയിലേക്ക് പോയി. മൂസാ നബിയേക്കാൾ നല്ല ആളും. അങ്ങനെ ശരിയാവും? അള്ളാഹുവിൻ്റെ അമ്പിയായിനേക്കാളും നല്ല ആളുകൾ ഒരിക്കലും ഉണ്ടാവും. അപ്പം മാനുഷികമായ സ്വാഭാവികമായ പേടിയുണ്ടല്ലോ, അത് ജായിസാണ്, അത് ഈമാനിനെതിരല്ല. അതില്ലാന്ന് വാദിക്കുക, അത് തഖല്ലുഫാണ്. എന്ത് ഇല്ലായ്മ, അള്ളാഹു നമ്മളെ ഏൽപ്പിക്കാത്തത് ഏറ്റെടുത്ത് അഭിനയിക്കലാണ്, അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അനാവശ്യമായ പേടി അതൊരിക്കലും പാടില്ല. ഇതുപോലെ എന്തെങ്കിലും ഒന്നിനെ ഇങ്ങനെ പേടിച്ചു നടക്കുക, അല്ലെങ്കിൽ ആളുകളെ എന്തെങ്കിലും ചെയ്ത് ശേഷം ഇങ്ങനെ പേടിച്ചു നടക്കുക,
അത് സ്ഥിരമായി അങ്ങനെ പേടിച്ച് നടക്കുക അത് ശരിയല്ല. സ്വാഭാവികമായ ഒരു പേടി ഉണ്ടാവും. അത് അള്ളാഹുവിൻ്റെ അമ്പിയായിന് ഉണ്ടായിട്ടുണ്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അതിലപ്പുറത്തേക്ക് അത് കടക്കാൻ പാടില്ല. ഈ ഗൗൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ശൈത്താന്മാർ ഇവരെ വല്ല സ്ഥലത്തും പേടിപ്പിച്ചിട്ടുണ്ടാവും, പിന്നെന്ത് ചെയ്യില്ല, അവർ ആ സ്ഥലത്തേക്ക് തന്നെ പോവുകയില്ല. അപ്പോൾ നേരത്തെ അദുവായെ കുറിച്ച് പറഞ്ഞതുപോലെ രോഗം പകരുക എന്നതുണ്ട്. പക്ഷെ അത് തന്നെ വിചാരിച്ച് നടക്കാൻ പാടുണ്ടോ? ഇല്ല. അള്ളാഹു തവക്കുലാക്കുക, അവൻ്റെ ഖദർ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അതുപോലെ ശൈത്താന്റെ ഇത്തരം ഉപദ്രവിക്കലുകൾ, പേടിപ്പെടുത്തലുകളുണ്ട്. പക്ഷെ അത് വിചാരിച്ച് പിന്നെ ആ നാട്ടിലേക്ക് പോകാതിരിക്കാതെ പറ്റുമോ? പറ്റൂല. അത് നമ്മുടെ തൗഹീദിനെ ബാധിക്കാവുന്ന, മോശമായി ബാധിക്കാവുന്ന വിഷയമാണ്. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.